മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് ജന്മം നൽകിയ കുട്ടികൾ ഒരു 3000-ഓളം കുട്ടികളുണ്ട്. അവരെല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയും പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളെ, അതായത് നമ്മളൊരു രജിസ്ട്രേഷൻ ത്രൂ തിരഞ്ഞെടുത്ത ആളുകളെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിന് വളരെയധികം നന്ദി. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ് നമ്മളുടെ ഒരു ഡെലിവറി അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വന്ന് കല്യാണം, അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ഞങ്ങളെ ചൂസ് ചെയ്തതിന് പിന്നെ എത്രത്തോളമാണ് നിങ്ങളോട് ആ വിശ്വാസം ഞങ്ങൾ അർപ്പിച്ചതിന് എത്രത്തോളമാണ് താങ്ക്സ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഈ ഒരു യാത്ര മുഴുവൻ പേരും എല്ലാ ആളുകളും ഫ്രം ദ ബിഗിനിങ്, ഒരാൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ അടുത്ത ഒരു ഘട്ടം വരെ ഉള്ള യാത്രയുണ്ടല്ലോ, ആ യാത്രയിലുടനീളം നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾക്ക്, നിങ്ങളുടെ ക്ഷീണത്തിന്, നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രയാസങ്ങൾക്ക്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്ന നമ്മൾ ഡോക്ടേഴ്സ്, കൂടെ പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇവരുടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തതിന് അഗെയിൻ ഒരു നന്ദി കൂടി അറിയിക്കട്ടെ. 3 വർഷം മുമ്പ് മുതൽ ഇന്ന് വരെ ഇവിടെ ജനിച്ച കുട്ടികളുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു ഗാദറിംഗ് ിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ഹെൽത്തി ആവണം, ഹാപ്പി ആവണം എന്നുള്ളത്. കാരണം ഹെൽത്തി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ. ഹെൽത്ത് മീൻസ് നമുക്ക് മാനസികാരോഗ്യം, അതോടൊപ്പം തന്നെ ശാരീരിക ആരോഗ്യം, രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിൽ സാധാരണ ഇപ്പൊ സ്കൂള് തുടങ്ങി കുട്ടികൾക്ക് മാസത്തിൽ 2, 3, 4 തവണ പനി, കഫക്കെട്ട്, ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എല്ലാ മാതാപിതാക്കളും നമ്മളോട് വന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഡോക്ടറെ എന്റെ കുട്ടിക്ക് എപ്പോഴും അസുഖമാണ്, അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണെന്നാണ് തോന്നുന്നത്, അതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രൗഡ് ഉള്ള സ്ഥലങ്ങളിൽ പോകുന്ന കുട്ടികൾ, അതായത് നമ്മൾ അംഗനവാടി പോകുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഈ കുട്ടികൾക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് സാധാരണ, അതായത് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഒരു 8 മുതൽ 10, 12 പ്രാവശ്യം വരെ ഒരു വർഷത്തിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതായത് കഫക്കെട്ട്, ജലദോഷം, ചുമ, തൊണ്ടവേദന മൂലമുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സാധാരണ കേസിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കോവിഡ് വന്നിരുന്ന സമയത്ത്, അതേപോലെ 2 മാസം സ്കൂൾ അടച്ചിരുന്ന സമയത്ത് പൊതുവെ കുട്ടികൾക്ക് ആർക്കും യാതൊരു വിധ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുന്നില്ല, അത് തന്നെയായിരുന്നു കാരണം. അപ്പൊ ഈ പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന അസുഖങ്ങൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രശ്നമേ അല്ല, മറിച്ച് അവരുൾപ്പെടുന്ന എൻവയോൺമെന്റ്, അതായത് അതിന്റെ ചുറ്റുപാടുകളുടെ പ്രശ്നം മൂലമാണ് ഈ വക അസുഖങ്ങൾ ഉണ്ടാകുന്നത്. കാണാൻ പറ്റിയ സന്തോഷം, ഇടങ്ങറായി വന്നതിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും സ്വാഗതം. 3 പേർക്ക് എല്ലാവരും വിജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. 3 പേർക്കാണ് നമ്മള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, തേർഡ് പ്രൈസുകൾ കൊടുക്കുന്നത്. നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ ഹക്കീം ഇതിൽ നിന്നും കൂപ്പണുകൾ എടുത്ത് നമ്മൾ ഡയറക്ടർ ഷെയ്ഖ് സാറിന് കൈമാറുന്നതായിരിക്കും. മൂന്നാമത്തെ സമ്മാനമാണ് ഫസ്റ്റ് എടുക്കുക. 3ാമത്തെ വിജയിയെ ആണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്.